ഇനി മുതൽ രൂപമാറ്റം വരുത്തിയ വാഹനങ്ങൾക്കെതിരെ കർശന നടപടി. ഒന്നിലധികം നിയമലംഘനങ്ങൾ ഉണ്ടെങ്കിൽ ഓരോന്നിനും 5000 രൂപ വീതം പിഴ ഈടാക്കും. ട്രാൻസ്പോർട്ട് കമ്മീഷണർ നൽകിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഹൈക്കോടതിയുടെ കർശന നിർദ്ദേശം. മോഡിഫിക്കേഷൻ വരുത്തിയ വാഹനങ്ങളുമായി നിരത്തിലിറങ്ങിയാൽ ഇനി കട്ടപ്പണിയാണ്. അതെ, കർശന നടപടി തന്നെ നിങ്ങളെ തേടി വരും. വാഹനങ്ങളിൽ വരുത്തുന്ന ഓരോ രൂപമാറ്റങ്ങൾക്കെതിരെയും കർശന നടപടി സ്വീകരിക്കാൻ ഇപ്പോൾ മോട്ടോർ വാഹന വകുപ്പിനും പോലീസിനും കേരള ഹൈക്കോടതിയുടെ കർശന നിർദ്ദേശം വന്നിരിക്കുന്നു. അതായത് വാഹനങ്ങളിൽ വരുത്തുന്ന ഓരോ നിയമലംഘനത്തിനും പിഴയുമുണ്ട്. ഓരോ ലംഘനത്തിനും വെവ്വേറെ 5000 രൂപ പിഴ വീതം ചുമത്തണമെന്നാണ് കോടതി ഉത്തരവിട്ടിരിക്കുന്നത്. മോട്ടോർ വാഹന നിയമത്തിൽ പറയുന്നതിനപ്പുറമുള്ള യാതൊരുവിധ മോഡിഫിക്കേഷനുകളും ഇനി അനുവദിക്കില്ല. അത് മറികടന്ന് എന്തെങ്കിലും ചെയ്താലാണ് കോടതിയുടെ കർശന നിലപാടിൽ നിങ്ങൾ കുടുങ്ങുക. വാഹനങ്ങളുടെ ലൈറ്റുകളിലും മറ്റു ഭാഗങ്ങളിലും വരുത്തുന്ന അപകടകരമായ മാറ്റങ്ങൾക്കെതിരെയാണ് കോടതി വ്യക്തമായ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. അനധികൃത രൂപമാറ്റം സംബന്ധിച്ച് സ്വമേധയാ എടുത്ത ഹർജിയിലാണ് കോടതിയുടെ കർശനമായ നിലപാട്. അടൂരിൽ പ്രളയരക്ഷാ പ്രവർത്തനത്തിനെത്തിയ രൂപമാറ്റം വരുത്തിയ മഹീന്ദ്ര താറിന് ആകെ 5000 രൂപ മാത്രം പിഴ ചുമത്തിയിരുന്നു. ഇതിലും അതിനോടനുബന്ധിച്ച് ഉദ്യോഗസ്ഥരെയും സ്ഥലം മാറ്റിയ സംഭവത്തിലും കോടതി കടുത്ത അസംതൃപ്തി രേഖപ്പെടുത്തുകയും ചെയ്തു. ജീപ്പിൽ 6 അധിക ലൈറ്റുകൾ ഘടിപ്പിച്ചത് ഉൾപ്പെടെ 6 നിയമലംഘനങ്ങൾ ഉള്ളതായി കണ്ടെത്തുകയും ചെയ്തിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് ട്രാൻസ്പോർട്ട് കമ്മീഷണർ റിപ്പോർട്ടും ചെയ്തു. ഇത്തരത്തിൽ ഒന്നിലധികം നിയമലംഘനങ്ങൾ കണ്ടെത്തിയാൽ ഓരോന്നിനും വെവ്വേറെ 5000 രൂപ വീതം പിഴ ചുമത്തണമെന്നും PUC ലംഘനത്തിന് ചുമത്തിയ 2000 രൂപ പിഴയ്ക്ക് പുറമെയാണിതെന്നും കോടതി പറഞ്ഞു. വീതിയേറിയ ടയറുകൾ, തീതുപ്പുന്ന എക്സ്ഹോസ്റ്റുകൾ, ഹെഡ്ലൈറ്റിലും മറ്റുപയോഗിക്കുന്ന തീവ്രതയേറിയ ലൈറ്റുകൾ, മറ്റ് LED ലൈറ്റുകൾ എന്നിവ ഘടിപ്പിച്ചിരിക്കുന്ന വാഹനങ്ങൾക്കെതിരെയും ഇനി മുതൽ കർശന നടപടി സ്വീകരിക്കും. ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.